എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. തിരിച്ചിവിടെയും കുഴപ്പമൊന്നുമില്ല. അപ്പോഴേ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി. എല്ലാ അമ്മമാർക്കും ഇതൊക്കെ തന്നെയാവില്ലേ. അത് മാത്രമല്ല കർക്കിടക മാസം വരുമല്ലേ. പിന്നെ ഈ തലയിൽ തുണി കെട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറാൻ തട്ടുമ്പോൾ തലയിലൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ ഉച്ചയായി തുടങ്ങി. അപ്പോൾ ചോറ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, കറികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഏട്ടനൊക്കെ മക്കളൊക്കെ വൈകുന്നേരം എത്തുള്ളൂ. മക്കൾക്കൊക്കെ സ്കൂളിൽ നിന്നുണ്ട്. ഏട്ടൻ വൈകുന്നേരം എത്തുള്ളൂ. അപ്പോൾ ഞാനിത് ആ വീട്ടിലൊരു കപ്പ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പയൊക്കെ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി കൊത്തി നുറുക്കി മൺചട്ടിയിൽ ഇട്ട് കൊടുത്താൽ കേട്ടോ. ഈ മൺചട്ടിയിലാണ് ഞാൻ വെക്കുന്നത്, അടുപ്പത്താണ് വെക്കുന്നത്. എന്നാൽ നമുക്കത് ഊറ്റിയെടുക്കാനും സുഖമാണ്. കപ്പയിലൊരു കട്ട് വരുമല്ലോ, അപ്പോൾ നമുക്ക് ആ വെള്ളം ഊറ്റി കളയാനാണ്. അങ്ങനെ അടുപ്പത്ത് വെച്ച കപ്പയിലേക്ക് ഇതാ ഒരു സ്പൂണ് കല്ലുപ്പ് ഇട്ട് കൊടുത്ത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായി അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമുക്കിത് നന്നായി വേവണ കപ്പ ആയതുകൊണ്ട് തന്നെ പകുതി വേവായ മതി കേട്ടോ. കാരണം മസാല കപ്പയാണല്ലോ നമ്മൾ ഉണ്ടാക്കണത്. അങ്ങനെ ഇതാ പകുതി വേവായ ഈ കപ്പ ഞാൻ ഊറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ മൺചട്ടി തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ കപ്പ വേവിച്ചപ്പോൾ ഉപ്പിട്ടാണല്ലോ വേവിച്ചത്. അപ്പോൾ ഈ ഉള്ളി വാടാൻ വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ് മതിയേ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും ഒരു പച്ചമുളക് ഒരു തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ നമ്മളെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണ് ജീരകം, അതായത് പെരുംജീരകമാണ്, വലിയ ജീരകം, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ബീഫ് മസാല കേട്ടോ ഇട്ട് കൊടുത്തത്. ബീഫ് മസാല 1 സ്പൂണ് മതിയേ. പിന്നെ അതിലേക്ക് വേവിച്ച കടലയാട്ടോ, ഒരു കപ്പ് വേവിച്ച കടലയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കി അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വേവിച്ച കപ്പയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മല്ലിയുടെ ഇലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെക്കണം. കാരണം ഇതൊരു പാതി വേവല്ലേ ആയിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഈ മസാലയിൽ കടന്നിട്ട് ഒന്ന് വേവേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഈ കറിവേപ്പിലയും മല്ലിയുടെ ഇലയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുവാപ്പട്ടയും ഗ്രാമ്പും കൂടെ ഒന്ന് ചതച്ചതാണ് കേട്ടോ. അത് അതിലിട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. അപ്പോഴത്തന്നെ നമുക്ക് നല്ല സ്മെല്ലാട്ടോ വരിക. നമുക്ക് അപ്പോൾ തന്നെ കഴിക്കണം തോന്നും. അങ്ങനെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ലേശം വെളിച്ചെണ്ണയും അതിലേക്ക് ഒരു ചെറിയുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ അപ്പോൾ തന്നെ നമുക്ക് ഈ ചൂടോട് കൂടി കഴിക്കാൻ തോന്നും. കട്ടൻ ചായയുടെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ ഞാൻ മല്ലിയുടെ ഇലയും കൂടെ വിതറിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം.